ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ ഓഗസ്റ്റ് മാസം 27-ാം തീയതി രാവിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മനോഹരമായിരിക്കുന്ന അധ്യായമാണിത്. അധികം അധ്യായങ്ങളില്ലല്ലോ രൂത്തിൻ്റെ പുസ്തകത്തിന്. അപ്പോൾ ഈ അധ്യായത്തിൽ രൂത്ത് ബോസിനെ അവസാനമായിട്ട് കണ്ടുമുട്ടുന്നതും ബോസിനടുക്ക് ചെല്ലുന്നതുമൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അധ്യായത്തിന് ഒരുപക്ഷെ ആദ്യത്തെ വാക്യങ്ങൾക്ക് ഒരു ഹെഡിങ് കൊടുത്താൽ ശുചിത്വവും ഭക്തിയും ഇണകളാണെന്ന് പറയേണ്ടതായിട്ട് വരും. ശുചിത്വവും ഭക്തി ഇണകൾ. ദൈവഭക്തി കഴിഞ്ഞാൽ ശുചിത്വത്തിനാണ് ബൈബിളിൽ ഏറ്റവും അധികം വില കൊടുത്തിട്ടുള്ളത്. ദൈവഭക്തിക്കാണ് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത്. എങ്കിലും പഴയ നിയമം വായിച്ച് നോക്കുമ്പോൾ അറിയാം, വിശുദ്ധിക്ക് ഒരുപാട് ആഹാരം കഴിക്കുന്നത്, എന്ത് കഴിക്കുക, എന്ത് കഴിക്കരുത്, എവിടെ ഇരിക്കുക, എന്ത് ധരിക്കുക, എന്ത് ധരിക്കരുത്, ജനനത്തിലുള്ള ബന്ധത്തിൽ, ഗർഭധാരണത്തിലുള്ള ബന്ധത്തിൽ, എന്തെല്ലാം കാര്യങ്ങളുള്ള ബന്ധത്തിലാണ് വിശുദ്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ദൈവം വിശുദ്ധിക്ക് വളരെ വില കൊടുക്കുന്നവനാണ്. ഇംഗ്ലീഷിൽ അങ്ങനെ പറയാറുണ്ട്, ക്ലീൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ്. ക്ലീൻലിനെസ് ഈസ് നെക്സ്റ്റ് ടു ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ദൈവഭക്തി കഴിഞ്ഞാൽ ശുചിത്വമാണ് ഏറ്റവും വലുത്. ക്രൈസ്തവ രാജ്യങ്ങൾക്കുള്ള ഒരു വലിയ ആശയമാണെന്ന് ഞാൻ പറയട്ടെ. ക്രൈസ്തവ രാജ്യങ്ങളിലല്ലാത്ത രാജ്യങ്ങളിൽ അങ്ങനെ ഒരു ആശയമില്ല. ക്ലീൻലിനെസ് എന്നൊരു ആശയമില്ല. ബൈബിള് ദൈവം എഴുതി നൽകിയപ്പോൾ എല്ലാ കാര്യങ്ങളും, ബാഹ്യത്തിന് പോകുമ്പോൾ നിങ്ങൾ പാളയത്തിന് പുറത്തു പോകണം, പോകുമ്പോൾ ഒരു പാര കൊണ്ടുപോകണം, കുഴിച്ച് മൂടി വൃത്തിയായി അത് ഭംഗിയായി മറവ് ചെയ്തിട്ട് വേണം പോരാൻ. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചാൽ, യഹൂദന്മാരും ക്രൈസ്തവരും ആരോഗ്യമുള്ളവരായിരിക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ നിർബന്ധമുണ്ട്. അത് അങ്ങനെ തന്നെയാണല്ലോ. അതുപോലെ ക്രൈസ്തവ സ്വാധീനമുള്ളതായിരിക്കുന്ന രാജ്യങ്ങൾ, യഹൂദന്മാർക്ക് ഏറ്റവും അധികം ആയുസ്സുള്ള ആളുകൾ കൂട്ടത്തിൽപ്പെടുന്നവരാണ് യഹൂദന്മാർ. നല്ല ആഹാരം കഴിക്കുന്നവരും നല്ല വൃത്തിയായിട്ട് നടക്കുന്നവരുമായിട്ടുള്ള ആളുകളാണവർ. അത് അപ്പോൾ അവസാനമായിട്ട് ഈ നവോമി രൂത്തിൻ്റെ ഈ കഥകളിൽ നമ്മൾ വരുമ്പോൾ, രൂത്ത് പോയി ബോസിൻ്റെ വയലിൽ പോയി കാല പെറുക്കി എന്ന് പറയട്ടെ, ഒക്കെ ജീവിച്ചു. അവസാനം നവോമിയുടെ അടുക്ക് വന്നപ്പോൾ നവോമി പറഞ്ഞു, ബോസ് എന്ന് പറഞ്ഞതായിരിക്കുന്ന ആൾ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണെന്ന് പറഞ്ഞു. ഇസ്രയേലിൻ്റെ ഒരു നിയമമാണ് വീണ്ടെടുപ്പ് എന്നുള്ളത്. അപ്പോൾ വീണ്ടെടുക്കുവാനായിട്ട് ബന്ധത്തിൽപ്പെട്ട ചില ആളുകളാണ്, അവർക്ക് വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിൻ്റെ പ്രമാണങ്ങളിൽ ഒന്ന്, ഒരു പുരുഷന് തൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത ബന്ധത്തിൽപ്പെട്ടവരത് വീണ്ടെടുക്കണം. വീണ്ടെടുക്കുമ്പോൾ സ്വത്ത് മാത്രമല്ല വീണ്ടെടുക്കുന്നത്, അതിലൊരു വിധവയുണ്ടെങ്കിൽ ആ വിധവയെയും വീണ്ടെടുക്കേണ്ടത് ആവശ്യമാണ്. ഭർത്താവ് മരിക്കുമ്പോൾ മക്കളില്ലെങ്കിൽ ഈ വിധവയെ വിവാഹം കഴിച്ചിട്ട് അവൾ മക്കൾ ജനിപ്പിക്കണം. ആ മക്കളൊക്കെ ഈ മരിച്ചു പോയതായിരിക്കുന്ന പുരുഷൻ്റെ മക്കളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല, നവോമി രൂത്തിനോട് പറഞ്ഞു, ബോസ് ഇന്ന് രാത്രി കളത്തിലുണ്ട്, അവിടെ യവം പാറ്റി കൊഴിച്ച് വൃത്തിയാക്കുന്ന ജോലിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ യവകൂമ്പാരത്തിൻ്റെ അടുത്ത് തന്നെ ബോസ് കിടന്നുറങ്ങും. രൂത്തിനോട് പറഞ്ഞു, അവൻ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അതുകൊണ്ട് നമ്മളൊരു ശകലം ഇനീഷ്യേറ്റീവ് എടുത്തെങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് രൂത്തെ, നീ എന്ത് ചെയ്യണം, നീ നന്നായിട്ടൊന്ന് കുളിക്കണം, എന്നിട്ട് നീ തൈലം പൂശണം, നല്ല വസ്ത്രം നീ ധരിക്കണം, എന്നിട്ട് നീ ശാന്തമായിട്ട് ചെന്ന് ബോസ് ഉറങ്ങിയ ശേഷം അവൻ്റെ കാൽക്കലെ പുതപ്പ് മുക്കിയിട്ട് കാൽക്കൽ കിടന്നുറങ്ങി അവിടെ കിടക്കണമെന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോളൂ എന്ന് പറഞ്ഞു. ബോസ് ഒരു നീതിമാനായ മനുഷ്യനാണ്. അതുകൊണ്ട് ഇന്നത്തെ ആളുകളെ പോലെയുള്ള പ്രവൃത്തിയും മോശമായ പ്രതികരണങ്ങളൊന്നും അവിടെ പ്രതീക്ഷിക്കുന്നില്ല. ഒരു ഭക്തനായ മനുഷ്യന് യോജിച്ച നിലയിൽ മാത്രമാണ് എന്ന് മാത്രം അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ബോസ് രാത്രി നെറ്റി എഴുന്നേൽക്കുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ കാലുകൾ കിടന്ന് കണ്ടിട്ട് പെട്ടെന്ന് ചോദിച്ചു, നീ ആരാന്ന് ചോദിച്ചു. ഇവിടെ വന്ന് കിടക്കുന്നു. അപ്പോൾ രൂത്ത് പറഞ്ഞു, നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, നിൻ്റെ പുതപ്പ് എൻ്റെ മേൽ വിരിക്കണമെന്ന് പറഞ്ഞു. പുതപ്പ് വിരിക്കുക എന്നുള്ളത് അവിടുത്തെ വീണ്ടെടുപ്പിൻ്റെ ഒരു അടയാളമാണ്. ഐ ആം വില്ലിങ് ടു റിഡീം യു എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ നവോമി കൊടുക്കുന്നതായിരിക്കുന്ന ആ വാക്കുകൾ, നിർദ്ദേശങ്ങൾ, കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച്. കുളിക്കുന്ന ശീലമില്ലാത്ത ആളുകൾ ലോകത്തിലുണ്ട്. ആണ്ടിലൊരിക്കൽ മാത്രം കുളിക്കുന്ന സമൂഹങ്ങൾ തന്നെ ഉണ്ട് എന്നെനിക്കറിയാം. ദിവസവും കുളിക്കുന്ന ശീലമാണ് നമുക്കൊക്കെ ഉള്ളത്. രാവിലെയും വൈകിട്ടും കുളിക്കാം, കൃഷ്ണരാജ്യമല്ലേ, അതും വളരെ നല്ലതാണ്. കുളിക്കുന്നത് ശരീരത്തെ ശുദ്ധി വരുത്തുവാനാണ്. അപ്പോൾ നന്നായിട്ട് പണ്ടേ ആളുകൾ ഇഞ്ചിയൊക്കെ ഇട്ട്, സോപ്പും ഇഞ്ചിയൊക്കെ ഇട്ടാണ് കുളിക്കുന്നത്. ഇന്നത്തെ ആളുകൾ അങ്ങനെ ബ്രഷുമൊക്കെ ഉപയോഗിക്കും, വേറെ ഓരോ സാധനങ്ങളൊക്കെ ഉപയോഗിക്കും. എന്തായാലും ശരി, നല്ലതായിട്ട് കുളിക്കുന്നത് നല്ലതാണ്.
കുളിച്ചാൽ മാത്രം പോരാ, കുളിച്ചിട്ട് പറഞ്ഞു നീ തൈലം പൂശണമെന്ന് പറഞ്ഞു. തൈലം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫ്യൂംസാണ്. അതാണ് തൈലം പൂശുക എന്ന് പറഞ്ഞാൽ പെർഫ്യൂംസ് ഉപയോഗിക്കണം. ശരീരത്തിന് സ്വതസിദ്ധമായിരിക്കുന്നൊരു മണമുണ്ട്, അത് മാറണം. എല്ലാവർക്കും ഓരോരുത്തരുടെ ശരീരത്തിൻ്റെ മണം ഇഷ്ടമല്ല, കാരണം അത് വേർപ്പിൻ്റെ മണമൊക്കെയാണ്. അത് മാറാനായിട്ട് നല്ല പെർഫ്യൂംസ് ഉപയോഗിക്കണം. പഴയ നിയമം വായിച്ച് നോക്കുമ്പോൾ അറിയാം, ദൈവാലയത്തിൽ വളരെ പെർഫ്യൂംസ് ഉപയോഗിക്കുമായിരുന്നു. ആ വിധിപ്രകാരമുള്ള പെർഫ്യൂംസ് ആർക്കും ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ യഹൂദന്മാരെപ്പോഴും പെർഫ്യൂംസ് ധാരാളം ഉപയോഗിക്കും. അവരെ ഉപയോഗിക്കുമ്പോൾ രൂത്തിനോട് പറഞ്ഞു, നീ പെർഫ്യൂംസൊക്കെ ദേഹത്ത് നന്നായിട്ട് ഉപയോഗിച്ച് നല്ല വസ്ത്രം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. രാത്രിയിലാണ് പോകുന്നതെങ്കിൽ നീ ഒരു നൈറ്റി ഇട്ടുണ്ടല്ലോ പോകുന്നത്, നീ ഒരു പ്രോപ്പർലി ഡ്രസ്സ് ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. പ്രോപ്പർലി ഡ്രസ്സ് ചെയ്ത് പോകണം. എന്നിട്ട് നീ പോയി ബോവസിൻ്റെ കാൽക്കൽ നീ കിടക്കണമെന്ന് പറഞ്ഞു. എത്ര നല്ല നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഇന്നിപ്പോൾ വിശ്വാസികൾക്ക് പെർഫ്യൂംസ് ധരിക്കാമോ എന്നൊക്കെ സംവാദിക്കുന്ന ആളുകളുണ്ട്. പെർഫ്യൂംസ് ധരിക്കാമോ? ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ അങ്ങനെയുള്ളതൊന്നും ധരിക്കുകയില്ല എന്ന് പറയും. അത് കേട്ടാൽ തോന്നും അത് ഭക്തിയുടെ ലക്ഷണമാണെന്ന് തോന്നും. നമ്മൾ ഈ രാജ്യത്തെ അയിലയും മത്തിയും എല്ലാം തിന്നുന്നത്, നമ്മൾ അതൊക്കെ തിന്നിട്ട് അത് വേർക്കുന്നതായിരിക്കുന്ന മണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അസഹ്യമായ മണമാണ്. അപ്പം നന്നായിട്ടൊന്ന് കുളിച്ച് ആ മണമൊക്കെ പോകത്തക്കണോ എന്തെങ്കിലും പെർഫ്യൂംസ്. ഇന്ത്യയിൽ ധാരാളം പെർഫ്യൂംസ് ഉണ്ട്. ചന്ദനം അതിലൊന്നാണ്. നല്ല ചന്ദനത്തിൻ്റെ തൈലമോ അതുപോലെയുള്ള ധാരാളമുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ആളുകൾക്ക് പോരാ. ഇന്നത്തെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പേടിക്കുന്ന പേരാണ്. ബ്രൂട്ടെന്നും കില്ലറെന്നും ഒക്കെയാണ് പുരുഷന്മാർ ഉപയോഗിക്കുന്ന പെർഫ്യൂംസിൻ്റെയൊക്കെ പേരുകൾ. സ്ത്രീകൾക്കും അതുപോലെയുള്ള പെർഫ്യൂംസ് ഉണ്ട്. ഏതായാലും അതൊക്കെ ധരിച്ച് യോഗ്യമായ വസ്ത്രവും ധരിച്ച് ജീവിക്കണം. നവോമി എത്ര പ്രാക്ടിക്കലാണെന്ന് ഞാൻ വിചാരിച്ചു. നവോമി എത്ര പ്രാക്ടിക്കലാണ്. കാരണം ബോബസിൻ്റെ കാൽക്കൽ ചെന്ന് കിടക്കുമ്പോൾ എന്തൊരു ഭക്തിയുടെ മണം, എന്താ ഇത് എന്ന് ചിന്തിക്കരുത്. അതുപോലെ ബോബസിന് വികാരങ്ങൾ ഒരു വിധത്തിലും ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു വസ്ത്രം ധരിക്കരുത്. ഏറ്റവും പ്രോപ്പറായിട്ടുള്ള വസ്ത്രം ധരിച്ച് വേണം പോയി കിടക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു നല്ല നിർദ്ദേശങ്ങൾ ഇന്നത്തെ മക്കൾക്കൊക്കെ അങ്ങനെയുള്ള നല്ല നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതുപോലെ ബോബസ് ഉറങ്ങിയതിന് ശേഷമേ പോയി കിടക്കാമെന്ന് പറഞ്ഞു. ഉറങ്ങിയതിന് ശേഷം പോയി കിടക്കുക. ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീഞ്ഞൊക്കെ കുടിച്ച് നന്നായിട്ട് കിടന്ന് ഉറങ്ങിയ ശേഷം പോയി ശാന്തമായി കിടന്നു. രാവിലെ ബോസ് ഉണരുന്ന സമയത്തെ അറിയാവൂ ഇങ്ങനെ ഒരാൾ കിടക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അദ്ദേഹം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. എത്ര നല്ല കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നു ഭക്തരായി ജീവിക്കുന്ന നല്ലതാണ്. ദൈവത്തോടുള്ള ഭക്തി, ദൈവവചനം വായിക്കുക, പ്രാർത്ഥിക്കുക, നല്ല ചിന്തകൾ ചിന്തിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, നല്ല ക്രിസ്തീയ ഗാനങ്ങൾ പാടുക, ദൈവമക്കളുമായിട്ടുള്ള കൂട്ടായ്മ അനുഭവിക്കുക, അതൊക്കെ ഭക്തിയുടെ ആണ്. പക്ഷേ ഭക്തിക്ക് പകരം ശുചിത്വവും ശുചിത്വത്തിന് പകരം ഭക്തിയുമില്ല. കുളിക്കാത്ത ഭക്തന്മാരെ പറ്റി ചിന്തിക്കുക, വൃത്തികെട്ട വസ്ത്രം ധരിക്കുന്ന ഭക്തന്മാരെ പറ്റി ചിന്തിച്ച് അത് സാധിക്കുകയില്ല. ക്രിസ്തീയ മാർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ അച്ഛന്മാരായാലും കന്യാസ്ത്രീകളായാലും ഉപദേശിമാരായാലും പാസ്റ്റർമാരായാലും നിങ്ങൾ എന്തൊക്കെ ഏത് കൂട്ടത്തിൽപ്പെടുന്നവരായിരുന്നാലും എത്ര ഭംഗിയായിട്ടാണ് വസ്ത്രം ധരിക്കുന്നത്. മറ്റു ചില മതങ്ങളിൽ ഞാൻ പേരൊന്നും പറയില്ല, മതങ്ങളിൽ ഭക്തി മൂർത്താൽ അവരുടെ വസ്ത്രധാരണമൊക്കെ നിങ്ങൾ നോക്കിക്കേ അതേത് നിലയിലാണെന്ന്. ക്രിസ്തീയ മാർഗത്തിൻ്റെ പ്രത്യേകതയാണത്. അപ്പോൾ ശുചിത്വം എന്ന് പറയുന്നത് ദൈവഭക്തി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാർത്ഥന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കുളിക്കുക എന്ന് പറയുന്നതും. യോഗ്യമായ വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് വചനപഠനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ പെർഫ്യൂംസ് ധരിക്കുക എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തെ സൽപ്രവർത്തികൾ കൊണ്ട് അലങ്കരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ്. ദൈവവചനം അതിനൊന്നും എതിര് പറയുന്നില്ല. അതിനൊന്നിനും എതിര് പുതിയ നിയമത്തിലുമില്ല, പഴയ നിയമത്തിലുമില്ല. പുതിയ നിയമത്തിൻ്റെ എംഫസിസ് അതിലൊന്നുമല്ല. പുതിയ നിയമത്തിലെ എംഫസിസ് നിങ്ങളുടെ അലങ്കാരം, വസ്ത്രം ധരിക്കുന്നതും പൊന്നണിയുന്നതും അതൊന്നും വേണ്ടെന്നല്ല, അതിലല്ല. അത് ആന്തരികമായ ഗൂഢമനുഷ്യൻ്റെ നിർമ്മലമായ സ്വഭാവവും ഭക്തിയുമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, അത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ മറ്റേത് നമുക്ക് വേണ്ടെന്ന് വെക്കരുത്. ചില ആളുകൾ വേണ്ട എന്ന് ചിലത് വെക്കുമ്പോൾ അവരെ സമൂഹം വെറുക്കും. നമ്മൾ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ശുചിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രോഗങ്ങൾ പലരും പടരുന്നത് ശുചിത്വമില്ലായ്മയിൽ നിന്നാണ്. അപ്പോൾ നല്ല വെള്ളവും നല്ല ആഹാരവും നല്ല വസ്ത്രവും നല്ല അന്തരീക്ഷവും ഒക്കെ നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മെ ഭക്തന്മാരും വൃത്തിയുള്ളവരും എന്ന് ലോകം കണക്കാക്കുവാനിടയാകട്ടെന്ന് ഞാൻ പറയും. നമ്മളെ ഭക്തന്മാരും അതേസമയം തന്നെ ശുചിത്വമുള്ളവരും വൃത്തിയുള്ളവരും. വിശ്വാസികളടുത്ത് ചെന്ന് ആരും മൂക്ക് പൊത്തിപ്പിടിക്കരുത്. വിശ്വാസികളടുത്ത് ചെന്നാൽ അത് വിശ്വാസികളാണ് വരുന്നത് എന്ന് മനസ്സിലാകത്തക്ക നിലയിൽ തന്നെ നാം ജീവിക്കുകയും ധരിക്കുകയും മൂവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ. വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ദിവസത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. നവോമി രൂത്തിന് കൊടുത്തതായിരിക്കുന്ന ഉപദേശമാണ്. മകളെ, നീ നന്നായി കുളിച്ച്
അത് തൈലം പൂശി വസ്ത്രം ധരിച്ച് ബോസിൻ്റെ കാൽക്കൽ പോയി കിടക്കണമെന്നുള്ളത്. ശുചിത്വത്തിന് അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യമുണ്ടെന്ന് ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ ബൈബിൾ ഞങ്ങൾ വൃത്തിയായിരിക്കണമെന്നുള്ളതിന് ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ച് പഴയ നിയമത്തിലുണ്ട്. അതൊക്കെ ഞങ്ങൾ പാലിക്കുവാൻ കടപ്പെട്ടവരാണ്. അതൊക്കെ ഞങ്ങൾ ചെയ്യുവാൻ സഹായിക്കണമേ. ഈ ലോകം വളരെ തിന്മയുള്ള ലോകമാണ് കർത്താവേ, വളരെ തിന്മ. പല രോഗങ്ങൾ തന്നെ വരുന്നത് ശുചിത്വമില്ലായ്മയിൽ നിന്നാണ്. വിശ്വാസികളായ ഞങ്ങൾ ശുചിത്വം പാലിച്ച് ജീവിക്കുവാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കണം. അവിടെയാണ് ഏറ്റവും പ്രധാനം. നല്ല ചിന്തകൾ, നല്ല ആലോചനകൾ, ഞങ്ങളുടെ വാക്കുകൾ, നല്ല വാക്കുകൾ, നല്ല നോട്ടങ്ങൾ, നല്ല കേൾവികൾ, നല്ല പോക്കുകൾ, നല്ല വരവുകൾ, അതൊക്കെ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഭക്തരാക്കണം, ഞങ്ങളെ ശുചിത്വമുള്ളവരുമാക്കണം. അങ്ങനെ അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി ഇത് രണ്ടും ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തരണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നടത്തി തരണമേ. രോഗവിടാധികളിൽ നിന്നൊക്കെ ഞങ്ങളെ വിടുവിക്കണമേ. സകല മഹത്വം അങ്ങക്ക് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.